ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ വെൽക്കം ടു മൈ ചാനൽ. സോ ഇന്ന് നമുക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ സാറ്റർഡേ ആണ്. അപ്പം ഓൾറെഡി വീട്ടിലെ കുറച്ച് പരിപാടീസ് ഉണ്ട്. കാരണം നമ്മൾ ഓഫ് ഇട്ടിരിക്കുന്ന ദിവസമാണ് ഈ സൺഡേ സാറ്റർഡേ. അപ്പോൾ അന്നായിരിക്കും വീട്ടിലെല്ലാം പയണം ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്കൊരു 2 വർക്ക് വന്നിട്ടുണ്ട്. ഒന്ന് ഒരു സാരി റോൾ ചെയ്യാനായിട്ടുണ്ട്. ഇത് നല്ല സാരി. അപ്പം ഇത് ഒരെണ്ണം റോൾ ചെയ്യാനായിട്ടുണ്ട്. പിന്നെ ഒരെണ്ണമുള്ളത് പ്രീപീറ്റ് ചെയ്ത് കൊടുക്കാനാണ്. അപ്പോൾ അങ്ങനെ 2 വർക്ക് നമുക്ക് വന്നിട്ടുണ്ട്. സോ ആദ്യം ഞാൻ വിചാരിച്ചു റോൾ ചെയ്യാം. കാരണം നമുക്ക് കുറച്ച് സാധനങ്ങൾ അതിന് വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ പോയിട്ട് അതിന് റോൾ ചെയ്യാനുള്ള സാധനങ്ങളും എല്ലാം മേടിച്ച് വന്നു. അങ്ങനെ ഇപ്പോൾ പയ്യെ റോളിങ് തുടങ്ങാൻ ഓർത്ത് അയൺ ബോക്സ് ഒക്കെ വെച്ചു. അപ്പോൾ നമുക്ക് ഈ സാരി റോൾ ചെയ്യാം അല്ലേ? ബൈ. ഫസ്റ്റ് നമ്മൾ ഏത് സാരി കിട്ടിയാലും അതിനനുസരിച്ച് നമ്മൾ എന്താ പറയുന്നത്, ചൂട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ തേക്കണം. നമ്മൾ റോൾ ചെയ്യുന്നത് എന്തിനാണെന്നറിയോ? ഇപ്പം എൻ്റെ അടുത്ത് വരുന്ന കസ്റ്റമേഴ്സിനോടാണെങ്കിലും അല്ലെങ്കിൽ ബ്രൈഡ്സിൻ്റെ ഒക്കെ സാരി എനിക്ക് വന്നിട്ടുണ്ട് തേക്കാനായിട്ട്, അതായത് പ്രീപീറ്റ് ചെയ്ത് കൊടുക്കാനൊക്കെ ആയിട്ട്. ആ സമയത്ത് ഞാൻ പറയാറുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ മാക്സിമം ഇപ്പോൾ മേടിക്കുന്ന സാരി ആണെങ്കിൽ ഓക്കെ, നിങ്ങൾ അപ്പം തന്നെ ചില ആൾക്കാർ പ്രീപീറ്റ് ചെയ്ത് കൊടുക്കുന്നവരാണ് ഇപ്പോൾ കൂടുതലുള്ളത്. അതല്ലാതെ അപ്പം കൊടുക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ മാക്സിമം അവരെന്താ റോൾ ചെയ്യണം, നന്നായിട്ട് സാരി റോൾ ചെയ്ത് വെക്കുക. കാരണം നമ്മൾ ഈ എടുക്കുമ്പോൾ ഇതേപോലെ കുറേ ചുളിവും കാര്യങ്ങളൊക്കെ ഈ സാരിയിലുണ്ടാവും. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഈ സാരിയൊക്കെ ഡ്രൈപ്പ് ചെയ്യാനായിട്ട് ഭയങ്കര പാടാണ്. കാരണം കുറച്ചും കൂടി ഹെവി ആയിരിക്കും ഈ പറയുന്ന നമ്മുടെ വെഡ്ഡിങ് സാരീസൊക്കെ വരുന്നത്. അപ്പം ആ ചുളിവും കൂടി ഉണ്ടെങ്കിൽ നമുക്കത് അത്ര പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് അങ്ങനെ കിട്ടത്തില്ല. ഫ്ലീറ്റോ കാര്യങ്ങളോ അങ്ങനെ പ്ലീറ്റ്സോ ഒന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കറക്റ്റായിട്ട് നന്നായിട്ട് റോൾ ചെയ്യാമെന്ന് അറിയാവുന്ന ആരെങ്കിലും കൊണ്ട് റോൾ ചെയ്യിച്ചിട്ട് പ്രീപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. സോ അതൊന്ന് ശ്രദ്ധിക്കും. അപ്പോൾ പിന്നെ നമ്മൾ തുടങ്ങാൻ പോകും. അപ്പം ഈ സാരി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ചുളിഞ്ഞ് വെച്ചിരിക്കുന്നത്. അപ്പം ഇവർക്ക് കല്യാണത്തിന് കണ്ട് കൊടുക്കാനുള്ള സാരിയാണ്. അപ്പോൾ ഞാനാണെങ്കിലും ഇപ്പോൾ ബ്രൈഡ്സിനോടായിക്കോട്ടെ, അതല്ലെങ്കിൽ നമ്മൾ നോർമലി എന്തെങ്കിലും ഫംഗ്ഷൻ സാരി കൊടുക്കുന്നവരായിട്ട് ആരും ആയിക്കോട്ടെ, അവരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ ഈ റോളിങ്ങിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഓർക്കും ഈ സാരി റോൾ ചെയ്യുന്നത് അതിപ്പോൾ ഇത്ര വലിയ പ്രശ്നമുള്ള കാര്യമല്ല, നമുക്ക് വേണമെങ്കിൽ ആർക്ക് വേണം ചെയ്യാം. അങ്ങനെ ആയിരിക്കില്ല. കാരണം നമുക്ക് ഒറ്റയ്ക്കൊരു എന്താ പറയുക, ഒരു ചുളുങ്ങൽ പോലും വരാതെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് സാരി ഇടണം. അതാണ് റോൾ ചെയ്ത് വെക്കുമ്പോഴത്തെ ഉപകാരം. അതാകുമ്പം നമുക്ക് കറക്റ്റായിട്ട് ആ സാരി ഒരു ചുളുക്കമില്ലാണ്ട് കിട്ടിക്കഴിയുമ്പോൾ നമുക്കത് ഡ്രൈപ്പിങ്ങിന് ഭയങ്കര ഈസി ആയിരിക്കും ചെയ്യാനായിട്ട്. മറ്റേന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും കുറച്ച് ഫോൾഡ് ഉണ്ടെങ്കിൽ നമുക്കതനുസരിച്ച് മടക്കി കൊടുക്കുക അല്ലെങ്കിൽ പ്രീപീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര പാടാണ്. അപ്പോൾ ഫസ്റ്റ് റോൾ ചെയ്യാൻ കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് നിങ്ങൾ തന്നെ ചെയ്യാതെ ഏറ്റവും നന്നായിട്ട് റോൾ ചെയ്യാൻ അറിയാവുന്നവരെ കൊടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം അവരാകുമ്പോൾ കറക്റ്റ് നോക്കി ചുളിവൊക്കെ കളഞ്ഞ് എങ്ങനെയാണോ വേണ്ടത് അതനുസരിച്ച് റോൾ ചെയ്ത് തരും. അപ്പം അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്ന് തോന്നുന്നു. എനിക്ക് പിന്നെ മൊത്തത്തിൽ 2 സാരി ഉണ്ട്. ഒന്ന് ഇതേപോലെ പ്രീപീറ്റ് ചെയ്ത് കൊടുക്കാനുള്ളതാണ്, അവരുടെ സെക്കൻഡ് സാരി കണ്ട്. രണ്ടാമത്തത് ഇപ്പോൾ ഈ പറഞ്ഞത് റോൾ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് റോളിങ്ങിലേക്ക് കിടക്കാം അല്ലേ? നമ്മൾ ഏത് സാരി ആണെങ്കിലും അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ അയൺ ബോക്സിൻ്റെ ഹീറ്റ് നമ്മൾ ശരിയാക്കി വെക്കണം. കാരണം എല്ലാ സാരിയും ഒരേപോലെ ആയിരിക്കില്ലല്ലോ. അപ്പോൾ അതിന് ഏത് സാരിക്ക് ഏത് രീതിയിലുള്ള ചൂടാണോ വേണ്ടത് അതനുസരിച്ച് നമ്മൾ സാരി ഒന്ന് തേച്ചെടുക്കണം ആദ്യം, ഒരു ചുളിവോ കാര്യങ്ങളോ കൂടാതെ. അപ്പോൾ ബാ. അങ്ങനെ നമ്മൾ സാരിയൊക്കെ കറക്റ്റായിട്ട് തേച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് റോൾ ചെയ്തെടുക്കാം അല്ലേ? അപ്പോൾ നമ്മുടെ സാരി ഇങ്ങനെ കറക്റ്റായിട്ട്